നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ ചൊവ്വന്നൂരിൽ യുവാവിനെ കൊലപ്പെടുത്തിയത് സ്വവർഗരതിക്കിടെയെന്ന് പോലീസ്. പ്രതി സണ്ണി സൈക്കോ കില്ലർ. മണ്ണമ്പേട്ടയിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഭർതൃമാതാവിന് പിന്നാലെ മരുമകളും മരിച്ചു. സുരേഷ് ഗോപിയിൽ നിന്ന് ദുരനുഭവമുണ്ടായ കൊച്ചു വേലായുധന് CPIM നൽകുന്ന വീടിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. സൗണ്ട് സർവീസ് അസോസിയേഷൻ ചാലക്കുടിയുടെ 15ാം വാർഷികം ദൃശ്യവിസ്മയം 2025 സമാപിച്ചു. അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച വയോജന കലാമേള മൊഴി KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം ഇരിങ്ങാലക്കുട ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ ചൊവ്വന്നൂരിൽ യുവാവിനെ കൊലപ്പെടുത്തിയത് സ്വവർഗരതിക്കിടെയെന്ന് പോലീസ്. പ്രതി സണ്ണി സൈക്കോ കില്ലർ. പ്രതി ചൊവ്വന്നൂർ സ്വദേശി സണ്ണി സ്വവർഗാനുരാഗിയാണെന്നും ഇയാൾ സ്ഥിരമായി സ്വവർഗരതിക്ക് പലരെയും വീട്ടിൽ കൊണ്ടുവരാറുണ്ടെന്നും പോലീസ് പറഞ്ഞു. ചൊവ്വന്നൂർ ബസ് സ്റ്റോപ്പിന് സമീപമുള്ള സെന്റ് മേരീസ് വാടക ക്വാർട്ടേഴ്സിലാണ് 30 വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 5:30യോടെയാണ് ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന സണ്ണിയുടെ മുറിയിലാണ് മൃതദേഹം കണ്ടത്. മുറിയിൽ നിന്നും പുക വരുന്നത് കണ്ട് ആളുകൾ പുറത്തുനിന്ന് പൂട്ടിയ മുറി തുറന്നു നോക്കിയപ്പോഴാണ് പാതി കത്തിയ നിലയിൽ കമിഴ്ന്നു കിടക്കുന്ന രീതിയിൽ മൃതദേഹം കണ്ടത്. മരണപ്പെട്ട ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം കത്തിച്ചതാകാമെന്ന നിഗമനത്തിലാണ് പോലീസ്. പ്രതിയെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാത്രി 7:30ഓടെയാണ് പോലീസ് പിടികൂടിയത്. നേരത്തെ 2 കൊലപാതക കേസുകളിലെ പ്രതിയാണ് പിടിയിലായ സണ്ണി. കഴിഞ്ഞ ദിവസം രാത്രി 7ഓടെ സണ്ണി ഒരാളുമായി ക്വാർട്ടേഴ്സിൽ എത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കുന്നംകുളം SHO ജയപ്രദീപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡ്, ഫോറൻസിക് വിഭാഗം തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയ ശേഷം മൃതദേഹം ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റും. മണ്ണമ്പേട്ടയിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഭർതൃമാതാവിന് പിന്നാലെ മരുമകളും മരിച്ചു. കരുവാപ്പടി തെക്കേക്കര പൊഴലിപ്പറമ്പിൽ വിൽസന്റെ ഭാര്യ ലീനയാണ് മരിച്ചത്. 61 വയസ്സായിരുന്നു. ലീനയുടെ ഭർത്താവ് വിൽസന്റെ മാതാവ് തെക്കേക്കര ചിറ്റിലപ്പള്ളി പൊഴലിപ്പറമ്പിൽ മേരി ഞായറാഴ്ച വൈകിട്ടാണ് മരിച്ചത്. മേരിയുടെ വീട്ടിൽ വെച്ച് തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് ലീന മരിച്ചത്. ഹൃദയാഘാതമാണ് മരണകാരണം. ലീനയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് 5:30 മണ്ണമ്പേട്ട പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ പള്ളിയിൽ നടന്നു. സോണി, സാനി, വിനു എന്നിവർ മക്കളും സുധി, റോബി, ഷിബി എന്നിവർ മരുമക്കളുമാണ്. പരേതനായ ലോനപ്പനാണ് മേരിയുടെ ഭർത്താവ്. ഡേവിസ്, വർഗീസ്, ലില്ലി, പ്രിൻസി എന്നിവരാണ് മറ്റു മക്കൾ. മിനി, മോളി, ഡേവിസ്, പീറ്റർ എന്നിവരാണ് മരുമക്കൾ. മേരിയുടെ സംസ്കാരവും നടത്തി. കലുങ്ക് സംവാദത്തിനിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയിൽ നിന്ന് ദുരനുഭവമുണ്ടായ പുള്ളിലെ തായാട്ട് കൊച്ചു വേലായുധന് CPIM നൽകുന്ന വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. വീടിന്റെ കട്ടിളവെപ്പ് CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA നിർവഹിച്ചു. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ KK അനിൽ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ, CPM ചെയർപ് ഏരിയ സെക്രട്ടറി S ദിനകരൻ, കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വോഗീസ്, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KS മോഹൻദാസ്, സെബി ജോസഫ്, VR ബിജു, ചാഴൂർ ലോക്കൽ സെക്രട്ടറി K ഗോപി എന്നിവർ സംസാരിച്ചു. സെപ്റ്റംബർ 12-നാണ് പുള്ളിലെത്തിയ സുരേഷ് ഗോപിയിൽ നിന്ന് വീട് നിർമ്മാണത്തിന് അപേക്ഷയുമായി സമീപിച്ച കൊച്ചു വേലായുധന് അപമാനം നേരിട്ടത്. അടുത്ത ദിവസം കൊച്ചു വേലായുധന്റെ വീട്ടിലെത്തിയ CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ CPM വീട് നിർമ്മിച്ചു നൽകുമെന്ന് ഉറപ്പു നൽകുകയായിരുന്നു. സെപ്റ്റംബർ 22-ന് വീടിന് തറക്കല്ലിട്ടു. 2 കിടപ്പുമുറികളും ഹാളും അടുക്കള, ശുചിമുറിയും വരാന്തയും ഉൾപ്പെടെ 600 ചതുരശ്രയടി വിസ്തീർണത്തിലുള്ള വീടാണ് നിർമ്മിക്കുന്നത്. 3 മാസത്തിനകം നിർമ്മാണം പൂർത്തീകരിച്ച് നൽകാനാണ് ലക്ഷ്യമിടുന്നത്. സൗണ്ട് സർവീസ് അസോസിയേഷൻ ചാലക്കുടിയുടെ 15ാം വാർഷികം ദൃശ്യവിസ്മയം 2025 സമാപിച്ചു.
3 ദിവസങ്ങളിലായി ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയം ഗ്രൌണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നടന്ന യോഗത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് മനോജ് OS അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. സംഘടനയിലെ മുതിർന്ന അംഗങ്ങളെയും നവദമ്പതികളെയും നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ ആദരിച്ചു. സ്പർശം പെൻഷൻ പദ്ധതി LSWAK മുൻ സംസ്ഥാന പ്രസിഡന്റ് റോബർട്ട് മാത്യു നിർവഹിച്ചു. നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു ദിനേശ് വാടക സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജനറൽ കൺവീനർ അനു PK സ്വാഗതവും പ്രോഗ്രാം ഫൈനാൻസ് കൺവീനർ സുബ്രഹ്മണ്യൻ VG നന്ദിയും പറഞ്ഞു. MK ബൈജു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അനിൽകുമാർ VK അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ചടങ്ങിൽ അമ്മ അസോസിയേഷൻ മുൻ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച വയോജന കലാമേള മൊഴി KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PK ശേഖരൻ, ജിജോ ജോൺ, MS പ്രീജു തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മുതിർന്ന പൌരന്മാരെ MLA ആദരിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം ഇരിങ്ങാലക്കുട ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തിക ജയൻ ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC പ്രദീപ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, MK ശൈലജ ടീച്ചർ, ദിനേശ് വെള്ളപ്പാടി, KV സുഭാഷ്, നന്ദിനി സതീശൻ, KK രാജൻ, നന്ദിനി രമേശൻ, ഷീന പ്രദീപ്, ശ്രുതി ശിവപ്രസാദ്, ICDS സൂപ്പർവൈസർ ശ്രുതി രാമോഹൻ എന്നിവർ സംസാരിച്ചു. 1,87,050 രൂപ ചെലവിൽ 67 പേർക്കാണ് കട്ടിൽ നൽകിയത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 125 രൂപ കൂടി ഗ്രാമിന് 17,070 രൂപ, പവന് 88,560 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ ചൊവ്വന്നൂരിൽ യുവാവിനെ കൊലപ്പെടുത്തിയത് സ്വവർഗരതിക്കിടെയെന്ന് പോലീസ്. പ്രതി സണ്ണി സൈക്കോ കില്ലർ. മണ്ണമ്പേട്ടയിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഭർതൃമാതാവിന് പിന്നാലെ മരുമകളും മരിച്ചു. സുരേഷ് ഗോപിയിൽ നിന്ന് ദുരനുഭവമുണ്ടായ കൊച്ചു വേലായുധന് CPIM നൽകുന്ന വീടിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. സൗണ്ട് സർവീസ് അസോസിയേഷൻ ചാലക്കുടിയുടെ 15ാം വാർഷികം ദൃശ്യവിസ്മയം 2025 സമാപിച്ചു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച വയോജന കലാമേള മൊഴി KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം ഇരിങ്ങാലക്കുട ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.